നിന്നെ ഞാൻ കാണുമ്പോൾ നിന്റെ വീടാ കണ്ടേ. എന്നിട്ട് കർത്താവിനോട് പറഞ്ഞു, നിന്റെ വീട് ജപ്തിക്ക് കിടക്കുക. ജപ്തിയുടെ അവസ്ഥയില്ല. നിന്റെ അമ്മയുണ്ടല്ലോ, നിന്റെ അമ്മ പരക്കം പായുവാ. എന്നാ ചെയ്യേണ്ടി എന്ന് നിന്റെ അമ്മയ്ക്ക് അറിയത്തില്ല. നീ ഇതെല്ലാം വീട്ടാനാ ഒരു ഷോർട്ട് കട്ട് ചെയ്യുന്നേ. അത് വേണ്ട, അതൊരു പോലീസ് കേസാവും. ഇനി ഒരു ലഹരി നീ ഉപയോഗിക്കരുത്. നീ ലഹരി ഉപയോഗിച്ച വേറെ ആളാ. ജപ്തി ചെയ്യാൻ പോവാന്നോ? ജപ്തിക്ക് നോട്ടീസ് ഒട്ടിച്ചേക്കും. ജപ്തി ആവുമോ? വേറെ കാശൊന്നുമില്ല. ഇല്ല. എൻ്റെ പേരെന്തോ? പ്രീത. നീ ആദ്യമായിട്ട് ഇങ്ങനത്തെ പ്രാർത്ഥന ഇരിക്കുന്നല്ലേ? ഇതൊക്കെ ആദ്യമായിട്ട് കാണുവാ. എന്നാന്ന് നിനക്കും ഒരു ഐഡിയ ഇല്ല. സത്യം അല്ലേ? ഒരു പെണ്ണിനെ വിളിച്ചോണ്ടങ്ങ് പോയില്ലയോ? എത്രാമത്തെ വയസ്സിൽ വിളിച്ചോണ്ട് പോയി? 20. ഇപ്പം നീയും അവളും കൂടെ ഭയങ്കര പ്രശ്നമാണ്. അവൾക്ക് നിന്നെ വേണ്ട, അറിയത്തില്ല. നീ ലഹരി ഉപയോഗം നിർത്തണം. നിർത്തോ? പറ. നിർത്തും. ഇല്ല, നിന്റെ വീട് രക്ഷപ്പെടത്തില്ല. നിനക്കൊരു സഹോദരി ഉണ്ട്. അവിടെ ജീവിതത്തിനകത്തും വല്ലാത്ത പ്രതിസന്ധിയില്ല. അവള് നിന്റെ വീട് തല്ലി തകരത്തക്ക പോലെ കെട്ടി നിൽക്കുന്ന ഒരു ആധിപത്യം ഉണ്ട്. വച്ചേ, എന്നോട് ദൈവം പറയുക, നീ ഇന്ന് രാവിലെ മാറാൻ തയ്യാറാണെങ്കിൽ നിന്റെ വീടിനെ ദൈവം രക്ഷപ്പെടുത്തും. ഇനി ഒരു ലഹരി നീ ഉപയോഗിക്കരുത്. നീ ലഹരി ഉപയോഗിച്ച വേറെ ആളാ. വളരെ കൊച്ചിനെ തുടങ്ങിയതാ അല്ലേ? ഞെട്ടിയിരിക്കുക നീ ശരിക്കും. നിന്റെ വീട് ജപ്തിയാവോ ഇല്ലയോ എന്നൊക്കെ എനിക്കറിയാം. പക്ഷെ ഞാൻ അത്രയും പറയുന്നില്ല. ഞാൻ നിന്നോട് കാതിലൊരു കാര്യം പറഞ്ഞല്ലേ, ഇനി ചെയ്യരുത്. ചെയ്യരുത്. നിനക്കറിയാമല്ലോ, എല്ലാം യേശുവിന് അറിയാവുന്ന. നീ ആദ്യമായിട്ട് എന്നെ കാണുവാ ലൈഫിൽ അല്ലേ? നിന്നെ ഞാൻ ആദ്യമായിട്ട് കാണുക. പക്ഷെ നിന്നെ ഞാൻ കാണുമ്പോൾ നിന്റെ വീടാ കണ്ടേ. എന്നിട്ട് കർത്താവിനോട് പറഞ്ഞു, നിന്റെ വീട് ജപ്തിക്ക് കിടക്കുക. ജപ്തിയുടെ അവസ്ഥയില്ല. നിന്റെ അമ്മയുണ്ടല്ലോ, നിന്റെ അമ്മ പരക്കം പായുവാ. എന്നാ ചെയ്യേണ്ടി എന്ന് നിന്റെ അമ്മയ്ക്ക് അറിയത്തില്ല. നീ ഇതെല്ലാം വീട്ടാനാ ഒരു ഷോർട്ട് കട്ട് ചെയ്യുന്നേ. അത് വേണ്ട, അതൊരു പോലീസ് കേസാവും. ഒരു കേസ് ഉണ്ടായിരുന്നില്ലയോ? ഇനിയും വേണ്ട കേസ്. നീ ഒരിക്കൽ കൂടെ ജയിലിൽ കിടക്കത്തക്ക പോലാണ് നിനക്കെതിരെ എഴുതി കെട്ടിയേക്കുന്നത്. ഇനിയും വേണ്ട. നീ ഒന്ന് മുട്ടുകുത്തി, എനിക്ക് കമ്മലിതാ, കമ്മൽ ഊരിത്താ. ഞാൻ ഇടത്തില്ല, എനിക്ക് തോന്നി. ഇനി കമ്മലിടണ്ട. കമ്മലിട്ടില്ലേ നല്ല പയ്യനാ. ഈ താടിയൊന്നും വേണ്ട. കുഞ്ഞെ, യേശുവിനെ വിളിക്കണം. യേശു മതമൊന്നുമല്ല, ഒരു മാർഗമാണ് ദൈവം. ഇന്ന് വരെ എൻ്റെ ലൈഫിൽ ഒരു ലഹരി ഞാൻ ഉപയോഗിച്ചിട്ടില്ല. എൻ്റെ ആകെയുള്ള ലഹരി യേശുവാണ്. ഇതിനപ്പുറത്തൊരു ലഹരിയില്ല മക്കളെ. ഇതൊരു ഭയങ്കര സന്തോഷമാണ്. നീ എന്തേലും അടിച്ചാൽ, നീ ഒരു എത്രാമത്തെ വയസ്സ് തുടങ്ങി ഈ അടിയൊക്കെ? എല്ലാം അടിച്ചിട്ടുണ്ടല്ലേ? കഞ്ചാവും കാശിഷും MDMA എല്ലാം. എനിക്കിതൊന്നും അറിയത്തില്ല കേട്ടോ. ഞാൻ സ്റ്റാമ്പും നിന്നെ കാണുമ്പോൾ ഞാൻ ഇതെല്ലാം കാണുക കേട്ടോ. വേറെ കാര്യം കൂടെ കാണുന്നുണ്ട്. പരസ്യമായണ്ട പറയത്തെ ശരിക്കും. എന്നാലും എന്നോട് ദൈവം പറയുന്നത് എന്നാണെന്നറിയാം? നീ മാറാൻ പോവാ. ഇന്ന് നിന്നെ ഇവിടെ യോഗത്തിന് യേശു കൊണ്ടുവന്നത് നിന്നെ മാറ്റാൻ വേണ്ടിയാ. നിന്നെ കുറിച്ച് ദൈവത്തിനൊരു വലിയ പദ്ധതിയുണ്ട്. എടാ, നിനക്ക് ആ പെണ്ണിനെ വേണമെന്നുണ്ടോ? രജിസ്റ്റർ ചെയ്തോ? ഒന്നും ചെയ്തില്ല. വിളിച്ചോണ്ട് അങ്ങ് പോയി. അവൾക്ക് 18 തികഞ്ഞതിൻ്റെ അന്ന് വിളിച്ചുകൊണ്ട് പോയി. അങ്ങനെയാണ്. പിന്നെ എന്നിട്ട് അടിയുണ്ടാക്കി അവൾ പിണങ്ങിപ്പോയി. പിന്നെയും പോയി വിളിച്ചോണ്ട് പോയി. എന്നിട്ട് അവൾ പോയി. ഇനിയും വിളിച്ചോണ്ട് വന്നാലും അവൾ പോകും. ഇപ്പോഴത്തെ പ്രശ്നം എന്നറിയാം, അവൾക്ക് നിന്നെ ബാക്കി നീ പൂരിപ്പിച്ചോണം. എനിക്ക് എന്തുവാണെന്നറിയാം, ബാക്കി നീ പൂരിപ്പിക്കണം. നിന്റെ സ്വഭാവം മാറ്റണം. മാറ്റുമോ? പറ, സീരിയസ് ആയിട്ട് പറഞ്ഞാണോ? ഇല്ല. മുട്ടുകുത്ത. എല്ലാരും കൂടെ പ്രാർത്ഥിച്ചേ. എല്ലാരും കൂടി കുഞ്ഞിന് നേരെ ആ കരമൊന്ന് നീട്ടിപ്പിടിച്ച് പ്രാർത്ഥിച്ചേ. അവനവന്റെ സ്വമനസാലെ മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്ന, ഇന്ന് രാവിലെ അപ്പനേക്കാൾ കൂടുതൽ സ്നേഹിക്കുന്ന,
അമ്മയേക്കാൾ കൂടുതൽ സ്നേഹിക്കുന്ന, ഉലകത്തിലെ എല്ലാത്തെക്കാൾ കൂടുതൽ സ്നേഹിക്കുന്ന ദൈവത്തിന്റെ ഭയങ്കര സ്നേഹത്തിന്, തമ്പുരാന്റെ വലിയ കരുതലിന് പ്രാർത്ഥിക്കാൻ പറ്റുന്ന എല്ലാവരും കൂടെ ഒന്ന് പ്രാർത്ഥിച്ച് ആധരമൊന്ന് തുറന്ന് എല്ലാ നാവുകളും ഒന്ന് ചലിപ്പിച്ച് ആ നാമത്തെ ഒന്ന് വിളിച്ച് നമ്മുടെ കുഞ്ഞിന്ന് രാവിലെ രക്ഷപ്പെടേണ്ടതിന് ദൈവത്തിന്റെ പദ്ധതികളുടെ കരമെന്ന് രാവിലെ ഈ മകന് വേണ്ടി വെളിപ്പെട്ടു വരേണ്ടതിന് എല്ലാവരും ഒന്ന് ചേർന്ന് പ്രാർത്ഥിച്ചേ. തമ്പുരാനെ, ഇന്ന് രാവിലെ ഈ മോന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും. ഇവൻ രക്ഷപ്പെടട്ടെ. ഇവന്റെ വീടിന്റെ അവസ്ഥയെ ദൈവം മാറ്റണം. ഇനിയും ഒരു തിന്മയിലേക്ക്, ഒരു ലഹരിയിലേക്ക് അവൻ പോകരുത്. യേശുവിന്റെ പൈതലായി മാറണം. ഇവനൊരു അത്ഭുതമായി മാറണം. ഞാൻ യേശുവിൻ നാമത്തിൽ ഇവനെ അനുഗ്രഹിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ. കുഞ്ഞെ എണ്ണിച്ചോ. നീ പോകുമ്പം ഒരു ബൈബിൾ, എൻ്റെ വകയായിട്ട് നിനക്കൊരു ബൈബിൾ തരും. എൻ്റെ വകയായിട്ട് നീ ബൈബിൾ വായിക്കണം. ഇനി ലഹരി ഉപയോഗിക്കരുത്. കരഞ്ഞത് സത്യമാണെങ്കിൽ, നീ ഹൃദയത്തിൽ നിന്നാ കരഞ്ഞെങ്കിൽ, നീ ഒരു നിനക്ക് എത്ര വയസ്സുണ്ട്? 20 വയസ്സ്. അതിൻ്റെ ഇടയ്ക്ക് ഒളിച്ചോട്ടം നടന്നു, പ്രേമവും നടന്നു, കഞ്ചാവും നടന്നു. എന്നോടായത്. എന്നാലും സൂപ്പർ, കുഴപ്പമില്ല. ഇനിയും വേണ്ട, ഇനി ഒന്നും വേണ്ട. ഒരു തരി പോലും കുറയില്ല നിന്നോടുള്ള സ്നേഹം, നിന്നോടുള്ള സ്നേഹം. എന്നുയിരേക്കാൾ അരികിൽ നീ എന്നും എന്നും വേണം, എന്നും എന്നും വേണം. ഒരു തരി പോലും കുറയില്ല നിന്നോടുള്ള സ്നേഹം, നിന്നോടുള്ള സ്നേഹം. എന്നുയിരേക്കാൾ അരികിൽ നീ എന്നും എന്നും വേണം, എന്നും എന്നും വേണം. എന്റെ ചങ്കാണ്, എന്റെ ചങ്കാണ്, എന്റെ ഉയിരാണ്, എന്റെ ഉയിരാണ്, എന്റെ അഴകാണ്, അമൃതാണ് യേശു. എന്റെ ചങ്കാണ്, എന്റെ ചങ്കാണ്, എന്റെ ചങ്കാണ്, എന്റെ ഉയിരാണ്, എന്റെ ഉയിരാണ്, എന്റെ അഴകാണ്, അമൃതാണ് യേശു. യേശു ഒരു ഇമ പോലും അടയാതെ എന്നെ നോക്കിടുന്ന, എന്നെ നോക്കിടുന്ന യേശു അപ്പയാണ് എപ്പോഴും നീ പ്രിയ തോഴനായി, പ്രിയ തോഴനായി. ഒരു ഇമ പോലും അടയാതെ എന്നെ നോക്കിടുന്ന, എന്നെ നോക്കിടുന്ന യേശു അപ്പയാണ് എപ്പോഴും നീ പ്രിയ തോഴനായി, പ്രിയ തോഴനായി. എന്റെ ചങ്കാണ്, എന്റെ ചങ്കാണ്, എന്റെ അഴകാണ്, എന്റെ അഴകാണ്, അമൃതാണ് യേശു. എന്റെ ചങ്കാണ്, എന്റെ ചങ്കാണ്, എന്റെ ഉയിരാണ്, എന്റെ ഉയിരാണ്, എന്റെ അഴകാണ്, അമൃതാണ് യേശു. രാവിലും പകലിലും നീ മാത്രമേ, ഉയിരിലും ഉണരിലും നീ മാത്രമേ. എന്റെ ചങ്കാണ്, എന്റെ ചങ്കാണ്, എന്റെ ഉയിരാണ്, എന്റെ ഉയിരാണ്, എന്റെ അഴകാണ്, അമൃതാണ് യേശു. എന്റെ ചങ്കാണ്, എന്റെ ചങ്കാണ്, എന്റെ ഉയിരാണ്, എന്റെ ഉയിരാണ്, എന്റെ അഴകാണ്, അമൃതാണ് യേശു. ആരാധന, 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 ആരാധന.
സാന്നിധ്യം പോരായേ, നിൻ സാന്നിധ്യം പോരായേ, നിൻ സാന്നിധ്യം പോരായേ. കൊതിയാണപ്പാ, കൊതിയാണപ്പാ, നിൻ സാന്നിധ്യത്തിൽ മറയാ. കൊതിയാണപ്പാ, കൊതിയാണപ്പാ, നിൻ ഹിതങ്ങൾ ചെയ്യുവാൻ. കൊതിയാണപ്പാ, കൊതിയാണപ്പാ, നിൻ സാന്നിധ്യത്തിൽ മറയാ. കൊതിയാണപ്പാ, കൊതിയാണപ്പാ, നിൻ ഹിതങ്ങൾ ചെയ്യുവാൻ. ഇതുപോൽ സ്വജീവൻ തന്നോരാത്മ സ്നേഹിതൻ വേറാരിനി. ഇതുപോൽ സ്വജീവൻ തന്നോരാത്മ സ്നേഹിതൻ വേറാരിനി. സ്തുതി ചെയ്യ